حبيبي حبيبي يا حبيبي حبيبي يا حبيبي. നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബിമിൻ്റെ പുതിയൊരു തായ്ലൻഡ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുവരെ വീഡിയോ കാണാത്തവരൊക്കെ എത്തിച്ചു നോക്കണത് എന്താണ് വീഡിയോ എന്ന്. അതെ, ഇതാണ് നമ്മളുടെ സ്വന്തം തായ്ലൻഡ്. ഇന്ന് നമ്മൾ തായ്ലൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ സ്ട്രീറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പബ്ബുകളുടെ മുമ്പിലും പബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി പബ്ബുകളാണ്. അതിനു മുമ്പിൽ സ്ത്രീജനങ്ങൾ, അവിടുത്തെ ലേഡി സ്റ്റാഫുകൾ യൂണിഫോമിൽ നിൽക്കുന്നത് കാണാം. അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അവിടേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നിൽക്കുന്നത്. ഈ തായ്ലൻഡിലെ സ്ട്രീറ്റിലെത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബും ഒരു എനർജിയാണ് കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും, പല ക്ലബ്ബുകളിൽ നിന്നും അല്ലെങ്കിൽ പല പബ്ബുകളിൽ നിന്നും വരുന്ന വിവിധങ്ങളായിട്ടുള്ള മ്യൂസിക്കുകളും അതുപോലെ തന്നെ ആളുകളുടെ ശബ്ദമാണെങ്കിലും എല്ലാം ചേർന്നിട്ട് ഒരു ഉത്സവ മേളം തന്നെയാണ് കേട്ടോ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ. ഇതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് തായ് ഫുഡ് എന്ന് പറയുന്നത്. തായ് ഫുഡിലാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നതിലധികം വെറൈറ്റി ഓഫ് ഫുഡ്സ് ഈ പറയുന്ന തായ് ഫുഡിലുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭക്ഷ്യശൃംഖല തന്നെയുണ്ട്. അതിൽ പലതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഫുഡുകളുണ്ട്. ചിലതൊക്കെ നമുക്ക് കണ്ടാൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഫുഡുണ്ട്. നമ്മളും പലതും ടേസ്റ്റൊക്കെ ചെയ്തിരുന്നു അവിടെ വെച്ചിട്ട്. ഫുഡ് എന്നത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ മാംഗോ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭക്ഷണത്തെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രീതിയെ കുറ്റം പറയാനോ ഒന്നും ഞാൻ ആളല്ല. കാരണം ഇതൊക്കെ അവർ പരമ്പരാഗതമായിട്ട് അവർ കഴിച്ചു വരുന്ന ഭക്ഷണങ്ങളാണ്. അവർക്ക് അത് വളരെയധികം പ്രിയപ്പെട്ടതാണ്. നമുക്ക് അവരുടെ ഭക്ഷണങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നത് നമ്മളുടെ ഒരു പോരായ്മയായിട്ട് എടുക്കുന്നു. ഫുഡ് കഴിഞ്ഞ് നേരെ വന്നത് വാക്കിംഗ് സ്ട്രീറ്റിലാണ്. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ, ഞാനിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു വരായിരുന്നേ. അപ്പോൾ കണ്ടതാണ് ഈ ഒരു കാഴ്ച. അവിടെ 5-6 സ്ട്രീറ്റ് ഡാൻസേഴ്സ് എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവിടെ പോർട്ടബിൾ സ്പീക്കറിൽ വെച്ച് അവർ ഡാൻസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ ഡാൻസ് ഫ്ലോഴ്സിൽ പോലും കാണാത്ത പെർഫോമൻസസ് ആണ് ഈ മിടുക്കന്മാരായിട്ടുള്ള ഈ സ്ട്രീറ്റ് ഡാൻസേഴ്സ് അവിടെ ലൈവ് പെർഫോമൻസ് നമുക്ക് വേണ്ടി അവിടെ കാഴ്ചവെക്കുന്നത്. ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അമേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും അടിപൊളി പെർഫോമൻസസ് ആണ് അവരവിടെ കാഴ്ചവെക്കുന്നത്. എന്നാൽ പിന്നെ തിരിച്ച് നമുക്ക് വർണ്ണശബലമായ നമ്മളുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് തിരിച്ചു വരാം. ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ലേഡി സ്റ്റാഫുകൾ, അതായത് ആ പബ്ബിലെ ലേഡി സ്റ്റാഫുകൾ അവരുടെ ഡ്രസ് കോഡ് ഇട്ടിട്ട് നിൽക്കുന്ന കാണാം. ഇവരെല്ലാവരും പോകുന്ന ഗസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനാണ്. ഈ വെള്ള ഷർട്ട് ഇട്ട ആൾ കണ്ടോ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ബാറിനകത്ത് എന്നാൽ പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത സർവീസുകൾക്ക് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി അദ്ദേഹം നമ്മളെ വിളിച്ച് ഓരോ പബ്ബിൽ കയറ്റാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാം. ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസ്റ്റുകളാണെങ്കിൽ വളരെയധികം ഹാപ്പിയാണ് അവരുടെ ഫേസെല്ലാം കാണാനായിട്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ അവരുടെ രാജ്യങ്ങളിൽ കിട്ടാത്ത പല സന്തോഷങ്ങളും അവർക്കവിടെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഒരു പരിധി വരെ ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഹാപ്പിയാണ്. റോഡിലൂടെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവരെല്ലാവരും ഇവിടുത്തെ ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് നടക്കുന്നവരാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ഫുഡ് കൗണ്ടറുകൾ വളരെ കുറവാണ്. പക്ഷേ ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം പബ്ബുകൾ കൊണ്ടൊരു സ്ട്രീറ്റ്. അതെ, വർണ്ണ മനോഹരമായ ഒരുപാട് പബ്ബുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ് ഇവിടെ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ പബ്ബുകളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ലേഡി സ്റ്റാഫുകൾ, അത് പ്രത്യേകിച്ചും അവർക്ക് ഓരോ ഡ്രസ് കോഡുകളുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഡ്രസ് കോഡുകളുണ്ട്. അവരെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ഈ ഒരു സ്ട്രീറ്റിന് കൂടുതൽ മനോഹാരിത എന്ന് തോന്നുന്നു. ഇവരുടെ എല്ലാവരും മുമ്പിലൂടെയാണ് ഈ ടൂറിസ്റ്റുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന ടൂറിസ്റ്റുകളെ അവർ കൈകട്ടി വിളിക്കുകയും അങ്ങനെയുള്ള നല്ല കലാപരിപാടികളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ എൻജോയ്മെൻറ്റ് സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ തായ്ലൻഡിലെ ഈ പബ്ബുകളെല്ലാം തുറന്നു വച്ചിരിക്കുന്നത്. അതെ, ഓരോ പബ്ബുകളിൽ കയറുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാൻസുകളും അല്പവസ്ത്രധാരികൾ തുടങ്ങി അതും പോലും ഇല്ലാതെയുള്ള ഡാൻസുകളെല്ലാം നിങ്ങൾക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ പല
ക്ലബ്ബുകളുടെ മുകളിൽ പോലും അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കി നമ്മളുടെ ഈ സ്ട്രീറ്റിനെ മൊത്തം നമ്മളുടെ ക്യാമറയിൽ പകർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയുന്നത്, നമ്മളുടെ ദുബായിലാണെങ്കിലും ഇവിടുത്തെ പബ്ബുകളിലൊക്കെ പോകുമ്പോഴുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ ഓരോ പബ്ബുകളിൽ ചാർജ് ചെയ്യുന്നതാണെങ്കിൽ. അത് ഡ്രിങ്ക്സിന് മാത്രമാണ്, എൻട്രി ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്, കാരണം അവിടുത്തെ ഒരു കോസ്റ്റ് വളരെ കുറവാണ്. ഇത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു വൈബ്, പോസിറ്റീവ് വൈബുള്ള ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല, പലരും അവരുടെ മൂഡും വൈബും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കാണാമല്ലോ, മൾട്ടി നാഷണലാണ് വരുന്നത്. നമ്മൾ ഇവിടുത്തെ തായ്ലൻഡ് സുന്ദരിമാരാണ് ഈ വരുന്ന പബ്ബുകളുടെ മുമ്പിലെല്ലാം അവരെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇതേ നമ്മളെ പോകുന്ന വഴിക്ക് നമ്മളെയൊക്കെ വിളിച്ച് നേരെ അകത്തോട്ട് കയറ്റാണ്. അപ്പോൾ അവർക്ക് അറിയാം കസ്റ്റമേഴ്സിനെ കാണുന്ന സമയത്ത് ആരാണ് ജെന്യുവൻ കസ്റ്റമർ എന്നുള്ളത്. അതനുസരിച്ച് തന്നെ അവരവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇതേ അടിപൊളിയായിട്ടുള്ള പബ്ബുകൾ, ഇതൊക്കെ നോർമൽ പബ്സാണ്. ഇവിടെയൊക്കെ ഈ പറഞ്ഞാൽ നമുക്ക് ചെന്ന് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അടിപൊളിയാണ്. അവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇവരൊക്കെ ഇവിടുത്തെ ഈ ഒരു പബ്ബിലെ ലേഡി സ്റ്റാഫ്സാണ്. ഇവരെല്ലാം കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ പോകുന്നവരെ വിളിച്ച് അവരെ ക്ലബിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രം നിൽക്കുന്ന സ്റ്റാഫുകളാണ് ഇവരെല്ലാം. സ്ഥലം തായ്ലൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ലേഡീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന, അതും പ്രത്യേകിച്ചും വലിയ വലിയ പബ്ബുകളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ലേഡീസിന് അല്ലെങ്കിൽ അവിടുത്തെ ഗേൾസിൻ്റെ നേരെയൊക്കെ ക്യാമറ ചൂണ്ടുന്ന നേരത്ത് ഒരല്പം പേടി കൂടി ഉണ്ട്. കാരണം നമുക്കറിയില്ല ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ കാണാമല്ലോ അല്ലേ, ബ്ലിസ് എന്നൊക്കെ പറഞ്ഞ അടിപൊളി പബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ വളരെ മനോഹരമായ ഡാൻസുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അത് നിങ്ങൾ തന്നെ പോയി എൻജോയ് ചെയ്യുക, നമ്മൾ ആരും വഴിയെത്തിക്കില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ തായ്ലൻഡ് എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരും വരെ ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.